പാതിരിപ്പാമ്പുകൾക്കും പാച്ചർമാർക്കും എട്ടിന്റെ പണി കൊടുത്ത മിടുക്കൻ ഷാജി. കുടില ലക്ഷ്യങ്ങളുമായി വീടുകളിലെത്തുന്ന വചനപടുവകൾക്ക് വിശ്വാസികൾ എട്ടിന്റെ പണി കൊടുത്തു തുടങ്ങി. കത്തോലിക്ക സഭാംഗവും കോയമ്പത്തൂരിൽ ആശാരിപ്പണിക്കാരനുമായ ഷാജി തൻ്റെ വീട്ടിലെത്തിയ വചനപടുവകളെ കൈകാര്യം ചെയ്ത രീതി നിങ്ങൾ കേൾക്കുക. ഇതുപോലെ ഓരോ വിശ്വാസികളും പണി കൊടുത്തു തുടങ്ങിയാൽ ഇവന്മാരുടെ ഭവനവേതനം എന്നേക്കുമായി നിൽക്കും. ഞാൻ ഗൂഡല്ലൂരാണ്, ഊട്ടി ഗൂഡല്ലൂരാണ് എന്റെ സ്വദേശം. നമ്മുടെ പേര്? എന്റെ പേര് ഷാജി. ഞാൻ സാറിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഷാജി. ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് കോയമ്പത്തൂര് ഒക്കെയാണ് താമസം, നമ്മുടെ തൊഴിൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ഇടയ്ക്ക് ഇപ്പൊ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് നാട്ടിൽ പോക്കൊക്കെ ഉള്ള അവിടെ. ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഒരു ടീം വന്നു. അത് വന്നിട്ട് എങ്ങനെയാന്ന് ചോദിച്ചാല് കഴിഞ്ഞ വർഷം ടീം എന്ന് പറഞ്ഞാൽ ആര്? ഈ പാസ്റ്റർമാരില്ലേ, വെന്തിക്കോസ്. അപ്പൊ വേറെ കൂട്ടുകാരൻ പറഞ്ഞു ശരിയാണ് പാസ്റ്ററപ്പോ വന്ന് എല്ലാം നോണ്ടി എടുത്തിട്ട് അപ്പടി ഇപ്പടി എന്ത് കുഴിച്ചിട്ടാലും ഈ സൂണിയം പണില്ലേ, സൂണിയം കൂടോത്രം ചെയ്യില്ല, ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഭൂമിക്കടിയുള്ള കണ്ടുപിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഐഡിയ ഇട്ടു, അയാളെ വിളിച്ച് വരുത്താൻ പറഞ്ഞു. അപ്പൊ അയാൾ ഇവിടുന്ന് വരികയാണ്, ഇവനും എന്റെ കൂടുതൽ രണ്ടുപേരുണ്ട്. അപ്പൊ 5000 രൂപ ചാർജ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വീടിന്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ സൂണിയൊക്കെ ഉണ്ട്. സൂണി എന്ന് പറഞ്ഞാൽ കൂടോത്രം കേട്ടോ. അപ്പൊ ഇങ്ങനെ കൂടോത്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വന്ന് ഭയങ്കര ഉഷാറിൽ ഇറങ്ങുകയാണ്. വന്നവിടെ ഞങ്ങളൊരു വണ്ടി കയറ്റി നേരെ പോവാന്ന് പറഞ്ഞു. ദേവാലയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. അതായത് അവിടെ വന്നിട്ട് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ മൊത്തം സ്വർണം കുഴിക്കുന്ന സ്ഥലമായിരുന്നു. ഈ നിലമ്പൂരിന്റെ മേൽഭാഗമാണ്. ഈ നിലമ്പൂരൊക്കെ സ്വർണ്ണമായിരിക്കും നിങ്ങൾ കേട്ടു. അത് വന്നിട്ട് ഈ മൊത്തം സ്വർണ്ണമലകളായിരുന്നു. സ്വർണ്ണ അടിയിൽ കണ്ടമാനം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ മൊത്തം കുഴിച്ചെടുത്തിട്ട് പോയി. ഇപ്പോഴും ആൾക്കാർ എന്തായെന്ന് വെച്ചാൽ 100-200 അടി ആഴത്തിൽ പോയി തോണ്ടിയിട്ട് ഡെയിലി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് അതിന്റെ ഉള്ളിൽ. ഈ ദേവാലയം എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണത്. തമിഴ്നാട് ഗൂഡല്ലൂർ. അത് കേരള ബോർഡറാണ്, വയനാടിന്റെ ബോർഡർ, വയനാട് നിലമ്പൂർ ബോർഡർ. അത് 200 അടി 100 അടിയൊക്കെ ഉമ്മാർ ആഴ്ത്തി പോയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എലിപ്പൊത്ത് പോകുന്ന പോലെ ഉള്ളിൽ കൂടെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്ന ഈ വയറില്ലേ, വയറ് ഈ നമ്മുടെ ഈ വാട്ടർ ഹോസിന്റെ വയറുണ്ടല്ലോ, ഈ വയർ ഉള്ളിലേക്ക് അങ്ങ് ഇടും. എന്നിട്ട് മേലെ ഇരുന്ന് ഈ കൊല്ലൻ ആലയിൽ പണ്ട് കാലത്ത് ഇങ്ങനെ ചുറ്റൂലേ എയർ കൊടുക്കുന്നത്, മേലെ ഇരുന്ന് രണ്ടുപേര് എയർ കൊടുത്തോണ്ടിരിക്കണം. ഇവര് 3-4 പേരുണ്ടാവും ഗ്യാങ്ങില്. അപ്പൊ ഇങ്ങനെ തുറന്നു പോയി, ഇവർക്ക് എയർ വേണം ജീവിക്കാൻ, വായു സഞ്ചാരം വേണമല്ലോ. അപ്പൊ ഇവരിങ്ങനെ വർഷങ്ങൾ കൊണ്ടാണ് ഓരോ മടകൾ ഇത്രയും ആഴത്തിൽ തുറന്നു പോവാ. സ്വർണം കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? സ്വർണം ഇഷ്ടം പോലെ കോടിക്കണക്കിന് കിട്ടിയ ആൾക്കാരുണ്ട്, കോടിക്കണക്കിന്. ഓരോ കട്ടയൊക്കെ വലിയ കട്ടയൊക്കെ കിട്ടിയാൽ അവർ രക്ഷപ്പെടും. ചിലപ്പോൾ ഒരുത്തന കുഴിയിൽ തന്നെ കുറെ പേര് ചത്തുപോകുന്നു, കുറെ പേര് ഇങ്ങനെ മാന്തി ഒന്നും ഇല്ലാണ്ട് കയ്യും കാലൊക്കെ പൊട്ടി തളർന്ന് വയസ്സായി പോകുന്നവരുണ്ട്. രക്ഷപ്പെട്ടവർ ഇഷ്ടം പോലെ പേര് ഇപ്പോഴും മാന്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവരെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ നമ്മുടെ ടീമിനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഈ മലക്കടിയിൽ മൊത്തം സ്വർണ്ണമാണ്, നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് ഭൂമിക്കടിയിലുള്ള എല്ലാം എടുക്കാൻ അറിയാലോ, കാണിച്ചിങ്ങോട്ട് തന്നാൽ മതി. ഞങ്ങൾ മാന്തും, കിട്ടുന്നതിന്റെ പകുതി നിങ്ങൾക്കാണ്, കിട്ടുന്ന കോടികളായിരിക്കും എന്ന് പറയും. ഇവന്മാര് നിൽക്കുവോ, ഞങ്ങളിവന്മാരുടെ ലോകയൊക്കെ വലിച്ചു കീറി, ലോകയല്ല മറ്റേ ജുബയൊക്കെ ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ, നമുക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരു ഭ്രാന്താ ഇത് എല്ലാ കാര്യത്തിലും. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ 2-3 ബൈബിള്, ഖുറാന്, ഗീതൊക്കെ വെച്ചിട്ടുണ്ട്. വായിക്കലൊന്നും ഇല്ല കേട്ടോ, അതിനൊന്നും സമയമില്ലേ. അപ്പൊ ഇവന്മാര് അച്ഛന്മാര് കന്യാസ്ത്രീകൾ. പരിപാടി എന്തായിരുന്നു? ഞാൻ ആശാരിപ്പണിയാണ്. ആശാരിപ്പണി വെച്ചാല് ഇന്ത്യയിൽ വർക്ക്, അങ്ങനെ വെറൈറ്റി ആയ വർക്കുകൾ കുറച്ച് ടെക്നിക്കലായിട്ട് ചെയ്യുന്നു. നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നതുകൊണ്ട് വലിയ സമ്പാദ്യം ഉണ്ട്. ഇപ്പൊ ഞാൻ സത്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്, ഞാൻ ബസ്സിലായിരുന്നു. അപ്പൊ ഇത് വേറെ ആരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ പോലത്തെ ആൾക്കാരോട് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്കത് ഒരു വർഷം കഴിയുമ്പോൾ ജീവിതത്തിൽ ഉപകാരപ്പെടും. ഒരു ചെറിയൊരു മറ്റേ ടെൻഡൽ രാജ, മറ്റേ വിസ്തതണ്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ചെറിയൊരു കേസിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ എന്താക്കി ഇവന്മാര്, ഞാൻ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്ത് പഴയ വീടാണ്, ഈ അച്ഛന്മാരാണ്, ഈ ഞാൻ ഏതോ സഭേന്റെ അച്ഛന്മാരാണ്. ഇവര് വീട്ടിൽ വന്നിട്ട് ഇവരെന്താ വെച്ചാൽ അവിടെ മൊത്തം കയറി ഇറങ്ങി നടക്കാണ്. ഏതൊരു പള്ളി പണി എന്തൊക്കെ പരിപാടി വന്ന് ഈ പൈസ പിരിക്കാനുള്ള പരിപാടിയാണ്. ഒരു അച്ഛനും വേറൊരു പള്ളിന്റെ ഒരു കൈക്കാരനും ഇവരെ കൂടെ ഒരു സിസ്റ്ററെ കൂടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര ചേർത്തശല്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ വാക്ക് തർക്കായി ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഞാൻ ബൈബിളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ ഖുറാൻ വായിച്ചിട്ട് രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചെക്കനെ കണ്ണ് കാണിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീടിന്റെ നമ്മൾ ഇരിക്കുന്ന സെറ്റ് കസേര ഇട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ തല വരുന്നിടത്തായിട്ട് ഇങ്ങനെ പാനലിങ് ചെയ്ത് വെച്ചിരിക്കാം മരത്തില്. അതായത് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വീതിയിൽ പീസുകൾ ഇങ്ങനെ നീളത്തിൽ ഒരടി നീളത്തിൽ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ അവിടെ നിന്ന് ഒരു തുള ഇട്ടിട്ട് ഉള്ളിലൊരു സ്പ്രിങ് ഫിറ്റ് ചെയ്തിട്ട് അപ്പുറത്തും ഒരു പലകയാണ്. അതേ പോയിട്ട് ഒരു ഞെക്ക് കൊടുത്താൽ മതി. അപ്പം എന്ത് ചെയ്യുന്നറിയോ, ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. സ്പ്രിങ്ങല്ലേ, തലക്കെട്ട് വന്നിട്ട് കൊട്ടു കൊടുക്കും ഈ സെറ്റിയിൽ ഇരിക്കുന്നവന്റെ. തെക്കുന്ന അവിടെ നിന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് അതേപോലെ ഉള്ളിൽ ഫോം വെച്ചിരിക്കുക, അടയുന്ന ഒച്ച
പറഞ്ഞാലും കേൾക്കില്ല. അവർ 5-8 അങ്ങനെ നിരത്തി ഫിറ്റ് ചെയ്ത് വെച്ചേക്കുക. വന്നിരിക്കുന്നു ഇവന്മാർക്കിട്ട് ആദ്യം കപ്പിയാർക്കിട്ടാ പണി കൊടുത്തത്. പക്ഷേ ഇവർ വന്നില്ല. അപ്പോൾ ഭയങ്കര ചെറുത്താൻ്റെ ശല്യം, ഇങ്ങനെ തലക്കെട്ട് പുറകെ കൂടെ വന്ന് പെട്ടെന്ന് കൊട്ടുവന്ന് പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളൊരു ബെഞ്ചിൽ ചേരാൻ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ്, അവിടെയൊക്കെ തമിഴ്നാട്ടിൽ പോയിരിക്കുന്നതുകൊണ്ട്, അങ്ങനെ ഭയങ്കര ഡയലോഗാണ്. അപ്പൊ ചെക്കനെ കണ്ണ് കാണിച്ചു, നല്ല ചെക്കനോട് തള്ളോട്ട്. അപ്പൊ 2 കൈ കൊണ്ട് 2 തള്ളാൻ പറ്റും. 2 പേരുടെ തലക്കെട്ട് കിടിന്ന് ഓരോ ഇടി കിട്ടും. ചെക്കന് ഇവര് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴത്തേനും ഞങ്ങൾ ഭയങ്കര അഭിനയം. അയ്യോ, അവസാനം ഇവിടെ തന്നെ ഉണ്ട് അച്ഛൻ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് പേടിച്ചു, പേടിപ്പിച്ചു, നല്ല വിറച്ചു വിട്ടോ. ഇവര് ചേത്താന്റെ കഥയല്ലേ പറയുന്നേ. ഇവന്മാർക്ക് സത്യത്തിൽ അറിയാട്ടോ ദൈവമില്ല എന്നുള്ളത്, ഈ പൂർവന്മാർക്ക് മൊത്തം. അപ്പൊ ഇവര് പേടിച്ചെണീറ്റു. ഞാൻ പറഞ്ഞു ഇരിക്കുന്നു പറഞ്ഞു, ആ കസേരക്ക് ഇങ്ങോട്ട്. അപ്പം ഞങ്ങൾ പോയി കുരിശ് കഴിഞ്ഞു. നിങ്ങൾ കുരിശ്, ഇന്ന് അച്ഛൻ ഇവിടെ കിടക്കുന്നു പറഞ്ഞു. ഇവർ ഓടിയ വഴിക്ക് പിന്നെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. ചെളിയ മഴയും പെയ്യുന്നുണ്ട്. ലോകയൊക്കെ പൊക്കി കൊത്തി ചാടി വിടുന്ന വിടല് കണ്ടിട്ട് നമ്മുടെ പെണ്ണുങ്ങളിരുന്ന് ചിരിന്ന് പറഞ്ഞുണ്ടല്ലോ. അപ്പൊ ഇത് വേറെ ആരോട്, അയൽപ്പക്കാരോട്, ഒരു മനുഷ്യരോട് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചിലപ്പോൾ നമ്മളെ എല്ലാരും കൂടി, ഇവര് നമ്മളെ അവിടെ നിന്നൊരു കൊട്ടേഷൻ നമുക്കിട്ട് വെക്കും. ഇങ്ങനത്തെ ഓരോ പണിയൊക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് ഒരു വർഷം കഴിയുമ്പോൾ സാർ ഇതൊരു സാറിന് പിന്നെ കഥ ഉണ്ടാക്കാൻ അറിയാലോ കറക്റ്റ്. ഇവന്മാരെ എന്തോ ഈ പാതിരിമാരെ, ഈ അച്ഛന്മാരൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാം. ഇവന്മാരെ ഈ തമിഴ്നാട്ടിലൊക്കെ ശരിക്കും ഇവന്മാര് ഈ വലിപ്പിരി പണിയായിട്ട് നടക്കത്തില്ല. എന്തോ തമിഴ്നാട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ മലയാളി അച്ഛന്മാർക്കാണ് കൂടുതൽ പ്രശ്നം കേട്ടോ. മറ്റവർ അത്ര വലിയ പ്രശ്നമില്ല. അവര് പറ്റുന്നവരുടെ അടുത്ത് പാവങ്ങളെ പറ്റിക്കും. ഇച്ചിരി ഐഡിയ ഉണ്ടെന്നുകൊണ്ട് ഇവന്മാര് മെല്ലെ മെല്ലെ സൈഡാവും. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗൂഡല്ലൂർ ഏരിയയിലേക്ക് ഫുള്ള് മലയാളീസ് ഉള്ള ഏരിയയാണ്. പഴയ കാലത്തെ തമിഴ്നാട്, കേരളം. അത് നമ്മുടെ വിഭജനത്തിൽ പാലക്കാടിന്റെ ഭാഗങ്ങൾ ഇങ്ങോട്ട് കേരളത്തിലേക്കും ഈ ഭാഗങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയ ഭാഗങ്ങളാണത്. ഫുള്ള് ചെട്ടിമാര്, കാക്കാമാര് എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഈ ന്യൂസൊക്കെ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തത് നിങ്ങളുടേത് മറ്റേ ആരിഫ് ഹുസൈൻ്റെത്, ലിയാഖത്തിന്റെ, ഇങ്ങനത്തെ വേറെ ഉണ്ട്. തമിഴിലുണ്ട്, കന്നഡയിലൊക്കെ ഓരോ ടീമുകളുണ്ട്. ഒക്കെ ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയും. ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കുറേ പേര് കാണുക. എത്ര പേര് കാണുന്നുണ്ടെന്നല്ല, ചിരിച്ച് മടുക്കും. നിങ്ങളുടെ ഓരോന്ന് കണ്ടു കഴിഞ്ഞാണല്ലോ, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കുറച്ച് നമ്മുടെ എല്ലാ ടെൻഷനും മാറിയിട്ടിരുന്ന് ചിരിക്കാം. ഇവരുടെ പൂച്ചാണ്ടി ശുശ്രൂഷക്കാലും നല്ലതല്ലേ? അയ്യോ, ഏറ്റവും പൂച്ചാണ്ടി ശുശ്രൂഷ ഇതൊക്കെ തല്ലി ഉമാരുടെ കയ്യും കാലും നടുവോടിക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞു പോയി. എന്റെ കല്യാണത്തിന് ഞാന് അന്നൊക്കെ ഇച്ചിരി വിശ്വാസിയായിട്ട് നടക്കുന്ന ഒരു കാലാ, ഒരു 10-22 വർഷം മുമ്പേ. അപ്പം വലിയ വിശ്വാസിയൊന്നും അല്ല, കുഴപ്പമില്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പള്ളിയിൽ അച്ഛൻ്റെ ഡ്രൈവർ കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ സഹകരിച്ചു. അപ്പോൾ അവിടെ ഇവിടെ കപ്പോള പണിയുന്നു, അത് പണിയുന്നു, എല്ലാത്തിനും നമ്മൾ സഹകരിച്ച്. ഒരു പുള്ളിയുണ്ട്, വാഴച്ചാലി എന്ന് പറയും. പുള്ളീൻ്റെ ഒപ്പം നമ്മൾ വലിയ ആക്റ്റീവായി നിന്നു. അപ്പോൾ കല്യാണം ഇപ്പോഴത്തേനും എന്തായെന്നറിയോ, അപ്പോൾ ഞാൻ സ്ത്രീധനമൊന്നും വാങ്ങണ്ട, പെണ്ണ് കിട്ടുന്നത് 10-32 വയസ്സിലാണ് പെണ്ണ് കിട്ടുന്നത്. അപ്പൊ അപ്പനും മരിച്ച, അമ്മയും മരിച്ച ആരുമില്ല. അപ്പൊ എല്ലാവരുടെയും പ്രശ്നത്തില് ഇങ്ങനെ പെണ്ണിന്റെ ഒരു പ്രഷറിൽ ഇങ്ങനെ പെണ്ണ് കെട്ടാൻ പോവാ. കുറെ പെണ്ണെ കണ്ടിട്ട് ഒന്നും ശരിയാവുന്നില്ല. ഇവരെന്താന്നറിയോ, ഭയങ്കര ഡയലോഗും കൊണ്ട് വരും. 10ാം ക്ലാസ് കല്യാണം കഴിയാത്തവർ തൊട്ട് 8ാം ക്ലാസ് തൊട്ടുള്ള പിള്ളേർ വേദാന്തം പഠിക്കുന്ന മൊത്തം പിള്ളേർക്ക് ധ്യാനാണെന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊന്നും എന്നെ കിട്ടില്ല, അത് നിങ്ങൾ ചെറിയ പിള്ളേരെ പിടിച്ച് ധ്യാനം കുടിച്ചാൽ മതി, നമ്മൾ ഈ വയസ്സന്മാരൊന്നും ഇതിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കപ്പ്യാർ പറഞ്ഞു നീ കല്യാണം കഴിക്കാൻ നേരത്തെ അങ്ങ് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കപ്പ്യാർക്ക് മണി അടിക്കുന്ന ജോലിയില്ല, അത് കപ്പ്യാർ ചെയ്താൽ മതി. അച്ഛനും കപ്പ്യാരും കൂടെ വരുന്നേ വയസ്സന്മാരും. ഇത് പറഞ്ഞ ചൂടായി കഴിയുമ്പോൾ ഇവർ വിട്ടുപോയി. അത് കഴിഞ്ഞ് കല്യാണമായി കഴിയുമ്പോൾ ഇയാൾ ഉടക്കി. അപ്പൊ പറഞ്ഞു പിന്നെ 30,000 റുപ്യ പറഞ്ഞു എന്നോട്. അത് ഓരോ ന്യായം പറഞ്ഞിട്ടാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ശരി ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ പെണ്ണു വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ അവരുടെ അടുത്തൊരു വീട്ടിൽ പണിയൊക്കെ എടുത്തിട്ട്, അവരും തമിഴ്നാട്ടിൽ തന്നെ ബോർഡറിലുള്ള ആൾക്കാരാണ്. അളിയന്മാരെ വിളിച്ചു. അപ്പൊ അളിയൻ പള്ളിയിലെ വലിയ വേദപാഠ ഹെഡ്മാസ്റ്ററൊക്കെയാണ്, വലിയ ഭക്ത ടീമുകളാണ്. അപ്പൊ ഇവരെ വിളിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു റേസ് ചെയ്ത് തരാണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഉറപ്പിക്കലും പരിപാടി കഴിഞ്ഞാൽ ഇവർക്കും ഒന്നും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ലാസ്റ്റ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ റേസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. കുറച്ചുപേരെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പൈസയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഹാള് ഫ്രീയും അന്നത്തെ ചെലവിന്. നമ്മൾ ഒരാളെ ഉടക്കി കഴിഞ്ഞാൽ എന്താ പറയുക, പുറകെ ഉടക്കാൻ ആൾക്കാർ വരും. എനിക്ക് അന്ന് ഞാൻ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇത് ചെയ്തേന്നാ. പക്ഷെ സംഭവം എന്നാന്നറിയാവോ, ഇത് ഒരാൾ ഉടക്കി ഇങ്ങനെ ചെയ്തെന്ന് വെച്ചോ, ഇതിന്റെ പുറകെ ആൾക്കാർ പോകും. ഇവർക്ക് നമ്മളെക്കാട്ടിയും വലിയ തലയാ. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഉടനെ എനിക്ക് ഭയങ്കരമായ പൈസയില്ല, ഒന്നുമില്ല, ഒന്നും വേണ്ട, അവിടെ ഹാളിന് അവിടുത്തെ ചെറിയ വാട്ടറിന്റെ ഇതിന്റെയൊക്കെ പൈസ മാത്രം മതി. 10,000-40,000 റുപ്യ അന്നത്തെ കാലത്തുള്ളതാ. 25,000, 30,000, 40,000 ഒക്കെ ഉള്ളതാ. ആ പൈസ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ച എന്നോടുള്ള വലിയ ഇതൊക്കെയാന്ന് വിചാരിച്ചത്. പിന്നെയാണ് വേറെ ചർച്ച വന്നപ്പോ വേറെ ടീമുകൾ എന്നോട് പറഞ്ഞടാ, ഒരുത്തൻ അങ്ങനെ നീ പോയി കഴിഞ്ഞാണല്ലോ പുറകെ ഇവിടെ എത്ര പേര് പോകുമെന്ന് അറിയോന്ന് ചോദിച്ചു. ഇവരുടെ പണി ഇവർക്ക് പാലും വെള്ളത്തിൽ കിട്ടൂലേ. അപ്പൊ ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് അങ്ങനെ ചെയ്തു. അന്ന് തൊട്ടേ ഞാൻ ഉടക്കാണ്. പിന്നെ ഞാൻ അത് ഇതിലേക്കൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒത്തിരി വായിക്കും ഇതൊക്കെ ചെയ്യുന്നോണ്ട് 2-3-4 ഭാഷകൾ അറിയാം, കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇങ്ങനെ പോകുന്നോണ്ട് ഇവർക്ക് നമ്മുടെ അടുത്ത് കളിയൊന്നും നടക്കൂല. ഇവന്മാർക്കിട്ട് ഇങ്ങനത്തെ കുറെ ചെറിയ പണികൾ കൊടുത്താലേ ശരിയാവുള്ളൂ. അപ്പൊ നമ്മുടെ അവിടെയൊന്നും ആൾക്കാരൊന്നും വലിയൊരു ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ.
അല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മൊത്തം മനസ്സിലായി. ഉം. ഇതിൽ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പം. എന്നാ പറയുക, പിന്നെ ഇവര് പേടിച്ചിട്ടാ ചാവുമ്പോ കുഴിച്ചിടുന്ന സ്ഥലം, സ്വർഗം നരകം ഇതൊക്കെ നോക്കിയിട്ട് ഈ കാക്കമാര് പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇവന്മാർ പുറത്തിറങ്ങിയ എല്ലാ കൂതറയ്ക്കും കൂടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉമ്മാരുടെ സ്വഭാവന്മാരപ്പം ആ തീവ്രവാദ സ്വഭാവം കാണിക്കും. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ തീവ്രവാദ സ്വഭാവം കാണിക്കാൻ എന്റെ ഒപ്പം നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതൊക്കെയാണ് നമ്മുടെ ഒരു ജീവിതം. ഉം. അപ്പൊ നിങ്ങളുടെ ന്യൂസൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണാറുണ്ട്, കുറെ പേർക്ക് ഷെയർ ചെയ്യാറുണ്ട്. എല്ലാരും ഓക്കെ ഷാജി, കാണിച്ചു കൊടുക്കും. സന്തോഷം.